ഇനി ഉടനെ മരിച്ചു പോകുന്നുള്ള ചിന്ത, എന്തെങ്കിലും ഓപ്ഷനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണിനെ റിമൂവ് ചെയ്യാനല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒരു മരുന്നുമില്ല, ഞങ്ങളെ കൊണ്ട് ഒരു ചികിത്സയും കണ്ടാശുപത്രിക്കകത്ത് ഇല്ലാതെ പറഞ്ഞ് എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഈ ചർച്ചിനോട് ഞാൻ ആത്മാവിൽ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ക്ലാസ്സിനോട് കൈമാറി ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ആ വാക്ക് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഈ കയ്യിലിരിക്കുന്ന മരണത്തിന്റെ റിപ്പോർട്ട്, കയ്യിലിരിക്കുന്ന ക്യാൻസർ രോഗത്തിന്റെ റിപ്പോർട്ട് പാസ്റ്റർ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞോട്ടെ, മനസ്സിലെ മനസ്സോട് എൻ്റെ റീചാർജ് കാർഡ് വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കെട്ടിയിട്ട് മരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചു പോകും എന്നെ എല്ലാവരും വന്ന് സകലാപത്തോടെ നോക്കുന്നു, കണ്ണുനീരോടെ എന്നെ വന്ന് നോക്കുന്നു. എനിക്കറിയത്തില്ല ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, എനിക്ക് മനസ്സിലാകുന്നില്ല. കഠിനമായ പലവേദന, രണ്ടാഴ്ച കൊണ്ട് കണ്ണിലെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇരുട്ടിന്റെ ലോകത്തിലേക്ക് തള്ളപ്പെട്ടു. ഏതാണ്ട് 69 ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. ഞാനൊരു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ തല മുതൽ പാദം വരെ ദൈവദാസന്മാർ കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി ഒത്തിരി അഭിഷേകന്മാർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതില്ല ദൈവഗീതം ഇതിന്റെ മേലെ നിറവേറുകയും